ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ മുഴുവൻ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനന്തപുരി നമ്മുടെ മൂർത്തി മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ കൊച്ചുമക്കളുടെ ഇഷ്ടവും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടക്കേട് ഒന്നും മനസ്സിലാക്കാതെ സ്വയം അങ്ങ് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അവന്തിക 10-22 വയസ്സ് വരെ വല്ലാത്തൊരു വില്ലത്തി തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ 2 വർഷമായിട്ട് പുറത്തെവിടെയോ പോയി പഠിച്ചിട്ട് നല്ല സ്വഭാവത്തിലായതുപോലെ തെറ്റിദ്ധരിച്ചിട്ട് അവന്തികനെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ അനന്തപുരിയിൽ എല്ലാരും വിളിച്ചു പോയതിനു ശേഷം മുത്തശ്ശൻ പറയുന്നുണ്ട്, അനിയന്റെയും അവന്തികയുടെ വിവാഹ നിശ്ചയം ഈ വരുന്ന ഞായറാഴ്ച ഞാൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊന്നുണ്ട്. പക്ഷെ ദേവേനയുടെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, അവന്തികേന ഒരു സ്വന്തം അനിയത്തിനെ പോലെയാണ് കാണുന്നുള്ള കാര്യം ദേവയാനിക്ക് നന്നായിട്ട് അറിയാം. ഇതെല്ലാം തന്നെ അപ്പുറത്തെ റൂമിൽ നിന്ന് കേട്ടോണ്ടിരിക്കുകയാണ് നവ്യ. പക്ഷെ നവ്യക്ക് ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റില്ല. കാരണം നവ്യനെ എല്ലാവരും ശത്രുവിന്റെ ഭാഗത്ത് നിന്നിട്ടാണല്ലോ കാണുന്നത്. നവ്യ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും തന്നെ ആരും ഇപ്പൊ അറിയാത്തത് കൊണ്ട് നവ്യ അബിയുടെയും ജലജയുടെയും ഭാഗത്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എല്ലാവരും കൂടി നവ്യനെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവര് സംസാരിക്കുന്നതെല്ലാം തന്നെ നവ്യ അപ്പുറം നിന്ന് കേൾക്കുന്നു കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതല്ല അച്ഛ, അനിയന്റെയും അതുപോലെ തന്നെ അനാമികയുടെ വിവാഹത്തിന്റെ ആ ഒരു ഡിവേഴ്സും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പോ ഈ ഒരു വിവാഹ നിശ്ചയം നടത്തുമ്പോഴേക്കും അതൊരു പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുകയാണ്. എന്ത് പ്രശ്നം? വിവാഹമല്ലല്ലോ, വിവാഹ നിശ്ചയമല്ലേ നടത്താൻ പോകുന്നത്. അത് അധികം ആരെയും വിളിക്കണ്ട, നമ്മൾ ഈ വീട്ടിലുള്ള ആൾക്കാർ മാത്രം മതി എന്ന് പറയാണ്. ദേവയാനി പറയണ്ട, അല്ല അപ്പോ ആദർശിനെയും നയനെയും ഒന്നും വിളിക്കുന്നില്ലേ? ഞാനായിട്ട് വിളിക്കുന്നില്ല, നിങ്ങൾക്ക് വിളിക്കണമെങ്കിൽ വിളിക്കാം. എന്തായാലും പുറത്തൊന്നും ആരും വരരുതെന്നാണ് എന്റെ ആഗ്രഹം. ചെറിയൊരു വിവാഹ നിശ്ചയം, മോതിരമാറ്റിലെ ചടങ്ങ് മാത്രം എന്ന് പറയാണ്. അത് കേട്ടുകൊണ്ട് അനി അവിടേക്ക് വരുന്നുണ്ട്. അനി മുത്തശ്ശനോട് പറയണ്ട, മുത്തശ്ശ നോക്ക്, അവന്തികനെ വിവാഹം കഴിക്കാൻ എനിക്കൊരു ശതമാനം പോലും താല്പര്യമില്ല. എന്തിനാ മുത്തശ്ശ താല്പര്യമില്ലാത്ത വിവാഹത്തിന് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? നിങ്ങൾ എല്ലാരും കൂടി നിർബന്ധിച്ചിട്ട് ഞാൻ അനാമികയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. മുത്തശ്ശൻ കൊടുത്ത വാക്ക് അത് പാലിക്കാൻ വേണ്ടി മാത്രമാണ് അവളുടെ കഴുത്തിൽ താലി ചാർത്തത്. എന്റെ മുത്തശ്ശൻ ആരുടെ മുമ്പിൽ തോറ്റു പോവരുത് എന്ന് ആഗ്രഹിച്ചിട്ട്. എന്നിട്ട് ആ കുടുംബജീവിതം എന്തായി? അവൾക്ക് 1-2 കാമുകന്മാരല്ല, 5-6 കാമുകന്മാരാ. ഇപ്പൊ ഏതോ ഒരുത്തിന്റെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് പോവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാ ഞാൻ കേട്ടത്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞതു കഴിഞ്ഞു. അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശിയും അവളെ എനിക്ക് വേണ്ടി ആലോചിക്കാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയിരുന്നു, ശരിയാണ്. പക്ഷെ കനകാന്റിയുടെ ആ ഒരു തീരുമാനം ഈ വീട്ടിലേക്ക് 2 മരുമക്കളെ അവർ സ്വന്തം മക്കളെ മരുമക്കളായിട്ട് പറഞ്ഞയച്ചതുകൊണ്ട് 3-മത്തെ ഒരാളെ പറഞ്ഞു വിടാൻ താല്പര്യമില്ല. അതിന് കാരണം എന്റെ അമ്മയുടെ ഒരു താല്പര്യക്കുറവ് കൂടിയിട്ടാണ്. പക്ഷെ എല്ലാരും കൂടി ഒന്ന് ഒത്തൊരുമയോടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ എന്റെ വിവാഹം ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദുവിന് എന്നെ കെട്ടിച്ച് തരുമായിരുന്നു. മുത്തശ്ശ പ്ലീസ്, എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് മുത്തശ്ശനെങ്കിൽ എനിക്ക് നന്ദുവിന് വിവാഹം കഴിച്ചാൽ മതി. അതല്ല വേറെ ആരും എനിക്ക് വിവാഹം കഴിക്കണ്ട. വിവാഹം കഴിക്കാതെ ഇപ്പൊ ഇരുന്നു പോയാൽ എന്താ കുഴപ്പം? വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ ജീവിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാണ്. ഇത് കേട്ട് മുത്തശ്ശി പറയണ്ട, മോനെ നമുക്ക് ഇപ്പൊ തോന്നും അത് നമ്മുടെ ആരോഗ്യമൊക്കെ ഇപ്പൊ നല്ലതാണ്, ആ സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ തോന്നും, ഒറ്റക്കാണെങ്കിൽ ഒരു പ്രശ്നവും തോന്നും. പക്ഷെ നാളെ ഒരു സമയത്ത് നിനക്ക് പ്രായവും, അപ്പോഴേക്കും ഒരു ഒരു തുണ വേണം, മക്കള് വേണം, മരുമക്കള് വേണം, കൊച്ചുമക്കള് വേണം എന്നൊക്കെ ആലോചിക്കണത്. അപ്പോഴേക്കും വയസ്സ് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ടാവും മോനെ. മുത്തശ്ശി, ഇതൊക്കെ പണ്ടത്തെ ചിന്താഗതിയാണ്, ഇതൊന്നും ഇപ്പൊ വർക്കൗട്ട് ആവില്ല. ഇപ്പൊ നമുക്കെല്ലാവർക്കും ജീവിക്കാനുള്ള 10 തലമുറക്ക് ജീവിക്കാനുള്ളത് ഇവിടെയുണ്ട്. പിന്നെ എന്നെ നോക്കാൻ ആരുടെ ആവശ്യമില്ല. അച്ഛനും അമ്മയുണ്ട്. എടാ, ഞങ്ങൾ എല്ലാ കാലവും നിന്റെ കൂടെ ഉണ്ടാവോ? ശരി, നിങ്ങൾ ഇല്ലാത്തൊരു കാലം വരുവാണെങ്കിൽ എന്നെ നോക്കാൻ വല്ല ഹോം നേഴ്സിനെ വെച്ചാൽ മതി. ഞാൻ പ്രായമായിട്ട് അങ്ങനെ തളർന്ന് കിടക്കുകയാണെങ്കിൽ, അഥവാ ഞാൻ തളർന്ന് പോയി കിടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ എന്നെ അങ്ങോട്ട് കൊന്നു കളഞ്ഞേക്ക്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത വിവാഹം ആലോചിക്കില്ല മുത്തശ്ശ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കുകയാണ് മുത്തശ്ശ. ഞാൻ ഇത്രയും നാള് മുത്തശ്ശനെ വല്ലാത്ത ബഹുമാനം, എല്ലാ ആദരവും എല്ലാം തന്നിട്ട് എന്നെ ഞാൻ സ്നേഹിച്ചത്. പക്ഷെ ഒരു കാര്യത്തിൽ മുത്തശ്ശൻ തോറ്റുപോയി. മുത്തശ്ശന് ആ കുടുംബത്തെക്കാളും വലുത് ബിസിനസ് ആണ്. അത് പോട്ടെ എന്ന് വെക്കാം. മുത്തശ്ശൻ ഇത്രയും നാള് കഷ്ടപ്പെട്ട് ബിസിനസിന് വേണ്ടി, ശരിയായിക്കോട്ടെ. പക്ഷെ മറ്റുള്ളവരുടെ മനസ്സറിയാതാണ് മുത്തശ്ശൻ പെരുമാറണത്. ആദർശേട്ടനെ ഇപ്പൊ അകറ്റി നിർത്തി. അതിനുശേഷം നയനയെടുത്ത് ഗർഭിണിയായിട്ട് പോലും അകറ്റി നിർത്തി.
ഏടത്തി എത്രമാത്രം നമ്മുടെ കമ്പനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മൂർത്തീസ് ജ്വല്ലറി മുത്തശ്ശനായിരിക്കും വലിയ നിലയിൽ എത്തിച്ചത്. പക്ഷെ ഇപ്പത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോഴേക്കും അവരാഗ്രഹിക്കുന്ന ജ്വല്ലേഴ്സ്, അവരാഗ്രഹിക്കുന്ന ഡിസൈനൊക്കെ ഒരിക്കലും നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. അത് അറിഞ്ഞ് മനസ്സിലാക്കി നയനേടത്തിയാണ് നമ്മുടെ ഇപ്പോഴും ജ്വല്ലറിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നയനേടത്തിന് വരെ മുത്തശ്ശൻ തള്ളി പറഞ്ഞു. അതെല്ലാം ഞാൻ പോട്ടെ എന്ന് വെക്കാം, മുത്തശ്ശൻ ചിലപ്പോൾ അവരുടെ നല്ലതിന് വേണ്ടിയൊക്കെ ചെയ്തെന്ന് ഇപ്പോഴും എനിക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ എന്റെ കുടുംബജീവിതം വെച്ചിട്ട് ഒരു പ്രാവശ്യം എല്ലാവരും തട്ടിക്കളിച്ചു. ഇനി ഒരു പ്രാവശ്യം എനിക്ക് താല്പര്യമില്ല, അവന്തികനെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാനിവിടെ നിന്നു പോയാലും കുഴപ്പമില്ല, മുത്തശ്ശൻ കൊച്ചുമക്കളെ സ്നേഹിക്കുന്ന ഒരു മുത്തശ്ശനല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി ആകെ പൊട്ടിത്തെറിച്ച് അവിടെ നിന്ന് പോവാട്ടോ. അനിയുടെ അവസ്ഥ കാണുമ്പോൾ നവ്യക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. നവ്യ മനസ്സ് വിചാരിക്കുകയാണ്, എനിക്ക് 2 വർത്താനം മുത്തശ്ശനോട് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ ഇപ്പോ. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുകയാണ് നവ്യ, നിനക്കൊരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് എന്റെ അനിയത്തി നന്ദുവായിട്ടായിരിക്കും. അത് എത്രയൊക്കെ ആരൊക്കെ നിഷേധിച്ചാലും, ആരൊക്കെ നിന്റെ കൂടെ നിന്നില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. അവന്തികനെ നീ വിവാഹം കഴിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവന്തിക എന്ന് പറഞ്ഞത് ആ നാഗേന്ദ്രന്റെ ജലജയുടെയും ചോരയല്ലേ. അവൾ ഇന്നല്ലെങ്കിൽ നാളെ തനി സ്വഭാവം പുറത്തെടുക്കും. അല്ലെങ്കിലും അവളുടെ സ്വഭാവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്ക് അതായത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിയാം, എന്നിട്ടും അനീനെ തന്നെ വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞ അതവളുടെ പിടിവാശിയല്ലേ. അവളുടെ നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയാണെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത പയ്യനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലി നിൽക്കോ? ഇല്ലല്ലോ. അപ്പൊ അവിടെ തന്നെ അവളുടെ സ്വഭാവം മനസ്സിലാക്കാം. എന്തായാലും മുത്തശ്ശൻ എന്താ ഇങ്ങനെ നവ്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തായാലും അവളുടെ വിവാഹ നിശ്ചയം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് വിവാഹ നിശ്ചയം നടക്കും. എന്റെ അനിയത്തിയുടെ അനിയുടെ വിവാഹ നിശ്ചയം അത് ഞാൻ മുൻപിൽ നിർത്തി നടത്തി കൊടുക്കും. ആരൊക്കെ എതിർത്താലും ശരി, അനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ എന്റെ നന്ദുവായിട്ട് മാത്രമായിരിക്കും. നന്ദും ഇത്രയും നാൾ വിവാഹം കഴിക്കാതെ കാത്തിരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രണ്ടുപേരും പരസ്പരം നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എല്ലാത്തിനും കാരണം മുത്തശ്ശനും പിന്നെ എന്റെ അമ്മയൊക്കെ തന്നെയാ. അമ്മക്കും അച്ഛനാണെങ്കിൽ 2 പേരും ഇവിടെ മരുമക്കളായിട്ട് വന്നു. 3ാമത്തെ ആളെ വിട്ടാ എന്താ പ്രശ്നം? അതൊന്നും അവര് നോക്കുന്നില്ല. എന്തായാലും കുഴപ്പമില്ല. താൻ അനിയുടെ നന്ദുവിന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുമെന്ന് നമ്മുടെ നവ്യയും വിചാരിക്കുകയാണ്. മുത്തശ്ശനാണെങ്കിൽ മറ്റുള്ളത് പറയണ്ട്, അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് വിവാഹ നിശ്ചയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറയാണ്. ദേവയാനി പറയണ്ട കേട്ടോ, അതല്ല അനി സമ്മതിക്കാതെ നമ്മൾ വിവാഹ നിശ്ചയം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അവന്റെ കുടുംബജീവിതം ഒരു പ്രാവശ്യം നമ്മുടെ മുമ്പിലാണ് തകർന്നു വീണത്. ഇനിയും അവൻ അതേ ഒരു അവസ്ഥയിൽ തള്ളി നീട്ടുന്നത് ശരിയല്ലല്ലോ അച്ഛാ എന്ന് ദേവയാനി പറയുമ്പോ ദേവിയുടെ വായ അടപ്പിക്കാൻ നോക്കാണ് മൂർത്തി മുത്തശ്ശൻ. ഈ വിവാഹ നിശ്ചയത്തിന് ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനും ഇയാളും അനിയുടെയും അവന്തികയുടെ വിവാഹ നിശ്ചയം നടത്തിയിരിക്കും. കൂടെ ഉള്ളവർക്ക് കൂടെ നിൽക്കാം. അതല്ല ഈ വിവാഹ നിശ്ചയത്തിന് താല്പര്യമില്ലാത്തവർക്ക് ഒരു 5 അടി നീങ്ങി മാറി നിൽക്കാം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതെന്റെ അവസാന തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അപ്പുറത്തേക്ക് പോവാണ്. നമ്മുടെ ദേവയാനി അമ്മയെടുത്ത് പറയണ്ട, അമ്മേ അച്ഛനെ പ്രായമാവും തോറും പിടിവാശി കൂടി വരുവാണ്. കൊച്ചുമക്കളുടെ സ്നേഹവും കൊച്ചുമക്കളുടെ ആ ഒരു ആഗ്രഹവും മനസ്സിലാക്കാതെയാണ് അച്ഛൻ ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശിക്കും ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് കേട്ടോ, മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കണേല്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്. അനിയുടെ അതുപോലെ തന്നെ അവന്തികയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോണത് അനിയുടെ നന്ദുവിന്റെ വിവാഹ നിശ്ചയമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.